ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു, ഇപ്പൊക്കെ ഞാൻ അറിഞ്ഞു വരികയാണ്. അപ്പോൾ അതെന്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോണേ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കുറേ വീഡിയോസ് കണ്ട് യൂട്യൂബ് കണ്ട് അത് കണ്ട് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക. സ്കിന്നിലേക്കും കൈ വെളുക്കാൻ, കാല് വെളുക്കാൻ, നിറം വെക്കാൻ, മുടി നീളാം എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ഒക്കെ പറയും അതിൽ കോജിക് ആസിഡ് ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, സി ഉണ്ട്, കെ ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ. ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നത് നമുക്കറിയോ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതിന് മുന്നേ നമ്മൾ ഈ ഒരു ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. പിന്നെ നമ്മളെ വീഡിയോ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പിന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കാം. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതല്ലേ. ഓക്കെ, അപ്പം ഇതെന്താന്നുള്ളതാണ് അടുത്ത വീഡിയോ. അതിൽ നമുക്ക് വിറ്റാമിൻ ഇ ആദ്യം പറയാം, വേണ്ട വിറ്റാമിൻ സി ആദ്യം പറയാം. ഓക്കെ, അപ്പൊ വിറ്റാമിൻ സി നമ്മളെ ശരീരത്തിൽ വരുന്ന കൊളാജിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ കൊളാജിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൗവനം അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ ഇപ്പോഴത്തെ കുറച്ചൊരു ഏജിങ് ഭയങ്കര അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഏജ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങളല്ല, ഇപ്പൊ ഒരു യൗവനൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഒരു കൊളാജിൻ എന്ന് പറയുന്നത്. ഇത് കൊളാജിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംഭവമാണ്. അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ആവാൻ തുടങ്ങും. ആ സ്റ്റോപ്പ് ആവുന്ന ഏജ് എന്ന് പറഞ്ഞാൽ ആ യൗവനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് നോർമലി അതങ്ങ് കുറയും, അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. ഓക്കെ, അപ്പം നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മളെ സ്കിന്നിൽ ചെറിയ ഒരു ഏജിങ് ആയിട്ട് തോന്നുക. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവും, അയ്യോ വയസ്സായി വരുന്നുണ്ടല്ലോ, ഇവിടേക്ക് ഒരു ഇതാവുന്നുണ്ടല്ലോ, ഇവിടേക്ക് ഒരു അതാവുണ്ടല്ലോ, ഇതാണ്ടല്ലോ. അപ്പോഴേക്കും നമ്മൾ ഓരോ പ്രൊഡക്റ്റിലേക്ക് വാരി പിടിക്കാം. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഈ കൊളാജിൻ നമ്മൾക്ക് എന്താ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മളെ കറ്റാർവാഴയിൽ കൊളാജിൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു വിറ്റാമിൻ സി ക്യാപ്സ്യൂൾ. നിങ്ങൾ കഴിക്കുന്നതിന്റെ പറയല, നിങ്ങൾ ക്രീമായിട്ടോ ഓയിൽമെന്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സിയിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഈ കൊളാജിൻ. കൊളാജിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർമ്മത്തിൽ വരുന്ന ചെറിയ ചുളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിറ്റാമിൻ സിനെ കൊണ്ട് കഴിയും. അതുപോലെ നമ്മളെ സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, ഒരു ലെവൽ വരെ ബ്രൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വിറ്റാമിൻ സിനെ കൊണ്ട് കഴിയും. അതുപോലെ നമ്മളെ ചർമ്മത്തിൽ വെള്ളത്തിന്റെ അളവ് നിലനിർത്താൻ, അതായത് ജലാംശത്തിന്റെ അളവ് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു വിറ്റാമിൻ സിക്ക് കഴിയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫുഡായിട്ട് കഴിക്കാൻ പറ്റും വിറ്റാമിൻ സി. ഇപ്പൊ നിങ്ങൾ ക്യാപ്സ്യൂൾ അല്ല സ്കിന്നിലേക്ക് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഫുഡായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ അതാണ്. നമ്മൾ ഈ ഒരു വിറ്റാമിൻ സി ചില ഓയിലി സ്കിന്നിന് പറ്റൂല, ഡ്രൈ സ്കിന്നിന് പറ്റും. ചില ടൈമിൽ അങ്ങനെ കോമ്പിനേഷൻ സ്കിന്നിന് അത് പറ്റൂല, പിമ്പിൾസ് വരും. കുറച്ച് ഓയിലി എന്താ നമ്മുടെ പോൾസിലൊക്കെ ഓയിൽ അടങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെ വിറ്റാമിൻ സി ക്യാപ്സ്യൂള് ഭയങ്കര തിക്കായിട്ട് വരുന്ന ഒരു കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ടൈപ്പ് ഒരു ജെല്ല് പോലെയാണ് അത് ഉണ്ടാവുക. നമുക്കറിയാലോ, അത് ഒരു ഗ്രീൻ കളറുള്ള, അത് പൊട്ടിച്ച് നോക്കിയാൽ നിങ്ങൾ കണ്ടില്ലേ ജെല്ല് വരുന്നത്. അപ്പൊ അത് നമ്മളെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ പോൾസ് ഓപ്പൺ ചെയ്ത് കിടക്കുകയായിരിക്കും. നമ്മൾ ചിലപ്പോൾ നല്ല ഫേസ് വാഷൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫുൾ സെറ്റായിട്ട്. ഇനിയിപ്പോൾ വൈറ്റാമിൻ ഇ അങ്ങോട്ട് വാരി തേച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവുന്നുള്ളതല്ല. നമ്മളെ പോൾസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സംടൈംസ് അതിൽ ഡസ്റ്റ് ഒക്കെ അടിഞ്ഞ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് ആയിട്ട് വരും. അപ്പോൾ ചില ആളുകൾക്ക് വിറ്റാമിൻ സി ക്യാപ്സ്യൂള് നമുക്കത് ഉപയോഗിക്കാൻ അത്ര നന്നാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുഡായിട്ട് കഴിച്ചു കൊടുക്കുക. ഫുഡായിട്ട് കഴിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ സ്ട്രോബെറി നല്ലതാണ്, പിന്നെ അതുപോലെ കിവി നല്ലതാണ്, പിന്നെ നമുക്ക് ഓറഞ്ച് നല്ലതാണ്. അതുപോലെ തന്നെ നാരങ്ങ, ഇതൊക്കെ നമുക്ക് വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങുന്ന ഫ്രൂട്ട്സ് ആണ്. അപ്പൊ ഇതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വിറ്റാമിൻ സിന്റെ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ കൊളാജിന്റെ ഉൽപാദനം കൂടി വരും. പിന്നെ നമ്മൾ ഈ ഫേസിലും സ്കിന്നിലൊക്കെ വരുന്ന ചുളിവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിൽ വിറ്റാമിൻ സിനെ പറ്റിയിട്ട് പറയാനാണ്. ഇതൊക്കെയാണ് നമ്മളെ സ്കിന്നിലേക്ക് വിറ്റാമിൻ സി നിങ്ങൾക്ക് ചെയ്തത്. ഇതിലും കൂടുതൽ കാര്യമുണ്ട്, പക്ഷെ നമ്മൾ ഫേസിന്റെയും ക്രീമിന്റെയും കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ട് നമ്മളെ സ്കിന്നിലാണെങ്കിലും ഫേസിലാണെങ്കിലും ഈ ഒരു വിറ്റാമിൻ സിനെ കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നയാസിനമൈഡും വിറ്റാമിൻ ഇ എന്താണ്, കൊളാജിൻ എന്താണ്, ഗ്ലൈക്കോളിക് ആസിഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് വിറ്റാമിൻ സി നിങ്ങളെ സ്കിന്നിലോ നിങ്ങളെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ക്രീമുകളിലൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ക്രീം ഒഴിവാക്കണമെന്നേ അല്ല പറയുന്നത്, എല്ലാ ക്രീമും നല്ലതായിരിക്കും, ചിലത് നല്ലതല്ലാതിരിക്കും, പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഒരു ശരീരത്തിനൊന്നും ഒരു ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ഫുഡായിട്ടൊക്കെ കഴിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഈ ക്രീമൊക്കെ നമുക്ക് ഒരു കാലം കഴിഞ്ഞ് നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ റിങ്കിൾസ് ആയിട്ടോ ചുളിവായിട്ടോ നമുക്കത് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് മാറ്റി ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ലെവൽ വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റി ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ പല ഡാമേജസും വരികയാണ്. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളാം.
നല്ലതാണ്. നിങ്ങളുടെ സ്കിന്നിലേക്ക് വിറ്റാമിൻ സി നിങ്ങൾ ഫുഡായിട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.